നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങാൻ പോകുന്നത് കേരള ചരിത്രത്തിലെ ഒന്നാമത്തെ പാർട്ടാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസ്. അപ്പൊ ആദ്യമായിട്ട് അറൈവൽ ഓഫ് യൂറോപ്യൻസ് പഠിക്കുമ്പോൾ നമ്മൾ പോർച്ചുഗീസ് ആണല്ലോ പഠിക്കുന്നത്. അപ്പൊ ശ്രീധര മേനോൻ സാറിന്റെ ടെക്സ്റ്റ് വെച്ചിട്ട് പോർച്ചുഗീസുകാരുടെ കാര്യം തൊട്ട് നമ്മൾ ആദ്യം തൊട്ട് ഒന്നുകൂടെ തുടങ്ങുകയാണ്. അപ്പൊ ഈ ഒരു സീരീസ് നിങ്ങൾ സ്പെക്ട്രം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് നോക്കി ഞാൻ PDF വെച്ചിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ ലിങ്ക് ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ കണ്ടതിന് ശേഷം ഇത് കണ്ടു തുടങ്ങാം കേട്ടോ. അപ്പൊ ക്ലാസ് നമ്പർ 1, 2, 3 അങ്ങനെ ഇട്ടിട്ട് ഞാൻ പോകുന്നതായിരിക്കും. നമ്മൾ ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതൊന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അന്ന് പരീക്ഷയുടെ ധൃതിയിൽ ചെയ്തതാണ്, ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നു. ഒരു ക്ലാസ് കൊണ്ട് എന്തായാലും തീരില്ല, പല ക്ലാസ്സുകളായിട്ട് നമുക്കിത് തീർക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് പോർച്ചുഗീസുകാരുടെ മത കാര്യങ്ങളെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു ലൈനിൽ ചോദിച്ചിരിക്കുന്ന അതേപോലെ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നത്. അതുകൊണ്ട് ഈച്ച് ആൻഡ് എവറി ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. പോർച്ചുഗീസ് കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം. 1498 മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോട്ട് വന്നിറങ്ങിയത് മുതലാണ് പോർച്ചുഗീസുകാരുടെ കാലഘട്ടം ആരംഭിക്കുന്നത്. അതായത് ഇന്ത്യയിൽ തന്നെ യൂറോപ്യൻസിന്റെ വരവ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് 1498 മെയ് മാസത്തിലെ വാസ്കോഡ ഗാമ കോഴിക്കോട്ട് വന്നിറങ്ങിയ ആ ഒരു സംഭവത്തോടു കൂടിയിട്ടാണ്. ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യ മാർഗം കണ്ടുപിടിക്കാനും പൗരസ്ത്യ ദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കാനുമാണ് പോർച്ചുഗൽ രാജാവ് ഡോം മാനുവൽ, ആരാണ് അയച്ചിരിക്കുന്നത് നോക്കുക, ഡോം മാനുവൽ വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. അപ്പൊ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? പോർച്ചുഗീസ് രാജാവായ ഡോം മാനുവൽ ആണ് വാസ്കോഡ ഗാമയെ 1498 മെയ് മാസത്തിൽ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. എന്തായിരുന്നു ഉദ്ദേശം? നമ്മുടെ ഇന്ത്യയിലേക്ക് പുതിയൊരു വാണിജ്യ മാർഗം കണ്ടെത്തുക, പൗരസ്ത്യ ദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കുക. എന്നാൽ പതുക്കെ പതുക്കെ പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? നമ്മുടെ രാജ്യത്തെ രാജാക്കന്മാരെയൊക്കെ കീഴ്പ്പെടുത്തി ഇന്ത്യയിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള വലുതായ ആഗ്രഹം അവർക്കുണ്ടാവുന്നു. കാലക്രമേണ അവരുടെ ആഗ്രഹം അങ്ങനെ ആയിട്ട് മാറുന്നു. സാമൂതിരി ഒരു ഭാഗത്തും കൊച്ചി രാജാവും കോലത്തിരിയും മറ്റു ചെറുകിട നാടുവാഴികളും മറുഭാഗത്തുമായി തമ്മിൽ നടന്നുകൊണ്ടിരുന്ന രൂക്ഷമായ മത്സരം ഒരു ഹ്രസ്വകാലത്തേക്കെങ്കിലും പോർച്ചുഗീസുകാരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുത്തു. അപ്പൊ അന്നത്തെ കാലത്ത് സാമൂതിരി, കൊച്ചി രാജാവ്, കോലത്തിരി രാജാവ്, അപ്പം ഈ 3 ആൾക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമായിരുന്നു. ഈ മത്സരം ആർക്ക് അനുകൂലമായിരുന്നു? പോർച്ചുഗീസുകാർക്ക് അനുകൂലമായിരുന്നു. സാമൂതിരിയുടെ അധികാരത്തിന് കീഴിൽ കുഴങ്ങുകയായിരുന്ന കൊച്ചി രാജാവിന് തന്റെ പരമ്പരാഗതനായ ശത്രുവിനെതിരെ സുശക്തമായ ഒരു രാഷ്ട്രീയ പ്രതിരോധം പടുത്തുയർത്താൻ പോർച്ചുഗീസുകാരുടെ ആഗമനം സുവർണ അവസരം നൽകി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സാമൂതിരി പോർച്ചുഗീസുകാരുടെ ആ വരവിനെ അത്ര പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. എന്നാൽ അവരെ ആദ്യമായിട്ട് ഹെൽപ്പ് ചെയ്തത് ആരായിരുന്നു? കൊച്ചി രാജാവായിരുന്നു. അപ്പൊ കൊച്ചി രാജാവിന്റെ ഉദ്ദേശം എന്താ? കൊച്ചി രാജാവിന്റെ ഉദ്ദേശം എന്തായിരുന്നു? എങ്ങനെയെങ്കിലും ഈ സാമൂതിരി ഒന്ന് അടിച്ചമർത്തുക. അതിനു വേണ്ടിയിട്ടാണ് പോർച്ചുഗീസുകാരെ ഹെൽപ്പ് ചെയ്ത് തുടങ്ങുന്നത് തന്നെ. കോഴിക്കോട്ട് വെച്ച് സാമൂതിരിയിൽ നിന്നും പോർച്ചുഗീസുകാർക്ക് ലഭിച്ച സ്നേഹശൂന്യമായ സ്വീകരണവും കപ്പിത്താന്മാർക്കുണ്ടായ അസുഖകരമായ അനുഭവങ്ങളും അവരെ കൊച്ചി രാജാവിനോട് അടുപ്പിച്ചു. കൊച്ചിയും പോർച്ചുഗീസുകാരും തമ്മിൽ ഒരു പ്രതിരോധ ആക്രമണ സഖ്യം ഉണ്ടാക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ സമരത്തില് സാമൂതിരി പോർച്ചുഗീസ് ആക്രമണത്തിനെതിരായി കേരള സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകനെന്ന നിലയിലേക്ക് ഉയർന്നു. കൊച്ചി രാജാവാകട്ടെ പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങൾക്കെല്ലാം പങ്കാളിയായും തീർന്നു. അപ്പം തുടക്കത്തിലെ സാമൂതിരി പോർച്ചുഗീസുകാർക്കെതിരായിരുന്നു. ആരായിരുന്നു പോർച്ചുഗീസുകാരെ സപ്പോർട്ട് ചെയ്തിരുന്നത്? കൊച്ചി രാജാവായിരുന്നു. സാമൂതിരിയോട് തലമുറയായി ഉണ്ടായിരുന്ന വൈരം മനസ്സിൽ വെച്ചുകൊണ്ട് കോലത്തിരിയും പോർച്ചുഗീസുകാരെ സഹായിച്ചു. അപ്പൊ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചാൽ എഴുതിക്കോണം. കോലത്തിരിയും കൊച്ചി രാജാവും പോർച്ചുഗീസുകാർക്ക് ആദ്യം അനുകൂലവും സാമൂതിരി എന്തായിരുന്നു? പ്രതികൂലമായിട്ടും നിലകൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹം അവർക്കെതിരായി ഉറച്ച നില കൈക്കൊണ്ട സന്ദർഭങ്ങളും കുറവല്ല. അതായത് പോർച്ചുഗീസുകാർക്കെതിരെ കോലത്തിരി നിന്നിരുന്നില്ല എങ്കിലും ചില സമയങ്ങളിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഉറച്ച നില കൈക്കൊണ്ട ഒരാളാണ് കോലത്തിരി എന്ന് പറയുന്നത്. കൊല്ലത്തെയും പുറക്കാട്ടെയും രാജാക്കന്മാർ പോർച്ചുഗീസുകാരുടെ ബന്ധുക്കളായിരുന്നു. കൊല്ലത്തെയും പുറക്കാട്ടെയും രാജാക്കന്മാർ പോർച്ചുഗീസുകാർക്ക് കേരളത്തിലെ രാജാക്കന്മാരും നാടുവാഴികളും സ്വമനസാലെ നൽകിയ പിന്തുണയായിരുന്നു അവർക്ക് 1.5 നൂറ്റാണ്ട് കാലം കേരളത്തിൽ വാണിജ്യപരമായ ആധിപത്യം ഉറപ്പിക്കാനായിട്ട് സഹായകമായത്. അപ്പൊ നമ്മൾ താഴോട്ട് നോക്കാൻ പോവുകയാണ്. ഇത് അന്നത്തെ കാലത്തെ, അതായത് 1498 AD വാസ്കോഡ ഗാമ വന്ന സമയത്തെ കേരളത്തിന്റെ ഭൂപ്രകൃതി അല്ലെങ്കിൽ അവരുടെ നാട്ടുരാജ്യങ്ങളെ പറ്റിയിട്ട് ഉള്ള ഒരു മാപ്പാണ്.
അവിടെ കാണിച്ചിട്ടുണ്ട്. സാമൂതിരിയുടെ ടെറിട്ടറി ആയിരുന്നു ഇത് ഇത്രയും. ഇതാണ് കോലത്ത് നാട് എന്ന് പറയുന്നത്. ഈ കാസർഗോഡ് ഉൾപ്പെടുന്ന ഈ ഒരു തലശ്ശേരി ഉൾപ്പെടുന്ന കോലത്ത് നാടാണ്. പൊന്നാനി ഉൾപ്പെടുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നതാണ്, കൊച്ചിയൊക്കെ ഉൾപ്പെടുന്നതാണ് സാമൂതിരിയുടെ. പിന്നെ താഴോട്ട് ഈ കായംകുളം, വേണാട് അതൊക്കെ താഴോട്ട് ഇങ്ങനെ കിടക്കുന്നു. കണ്ടല്ലോ, കൊല്ലം, ആറ്റിങ്ങൽ, തിരുവനന്തപുരം ഇങ്ങനെ കിടക്കുന്നു. ഇനി നമുക്ക് നോക്കാം വാസ്കോഡ ഗാമയുടെ ആഗമനം 1498. 1498 മെയ്യിൽ വാസ്കോഡ ഗാമ കോഴിക്കോട്ട് വന്നപ്പോൾ സാമൂതിരിയും പ്രജകളും പരമ്പരാനുസൃതമായ ആതിഥ്യ മര്യാദയോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. വാസ്കോഡ ഗാമ കോഴിക്കോട്ട് നഗരത്തിന് ഏതാനും നാഴിക അകലെയുള്ള കോവിലകത്ത് ചെന്ന് സാമൂതിരിയെ സന്ദർശിച്ചു. രണ്ട് നേതാക്കന്മാരുടെയും പരസ്പര സന്ദർശനം വ്യക്തമായ ഫലമൊന്നും ഉളവാക്കി ഇല്ല. വിൽക്കാൻ തരപ്പെടാത്ത ചരക്കുകൾ സൂക്ഷിക്കാൻ തന്റെ അനുയായികൾക്ക് ഒരു സംഘത്തെ കോഴിക്കോട്ട് നിർത്താൻ അനുവദിക്കണമെന്ന് വാസ്കോഡ ഗാമയുടെ അഭ്യർത്ഥന ആര് നിരസിച്ചു? സാമൂതിരി നിരസിച്ചു. നാട്ടിൽ നിലനിന്നിരിക്കുന്ന നിയമമനുസരിച്ച് പോർച്ചുഗീസുകാർ ചുങ്കം കൊടുത്തുകൊള്ളണമെന്ന് അദ്ദേഹം നിർബന്ധിക്കുകയും ചെയ്തു. വാസ്കോഡ ഗാമ ഓഗസ്റ്റിൽ കോഴിക്കോട് വിട്ടു. അപ്പൊ വന്നത് മെയ്യിലാണ്, ഓഗസ്റ്റിൽ കോഴിക്കോട് വിട്ടു. എന്തു പറഞ്ഞു? സാമൂതിരി പറഞ്ഞു, നിയമം അനുസരിച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്ന് കച്ചവടം ചെയ്യണമെങ്കിൽ ചുങ്കം തരണം. അപ്പം അത് സമ്മതിക്കാൻ വയ്യാഞ്ഞിട്ട് അദ്ദേഹം കോഴിക്കോട് വിട്ടത് ഓഗസ്റ്റിലാണ്. യാത്രാമധ്യേ അദ്ദേഹം കോലത്തിരി രാജാവിന്റെ ക്ഷണമനുസരിച്ച് കണ്ണൂർ ഇറങ്ങുന്നു. അവിടെ പോർച്ചുഗീസുകാർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും കോലത്തിരി വാഗ്ദാനം ചെയ്തു. പോർച്ചുഗീസ് കപ്പലിൽ ചരക്ക് കയറ്റുന്നതിനെ പറ്റി അദ്ദേഹം വാസ്കോഡ ഗാമയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. വാസ്കോഡ ഗാമ 1498 നവംബറിൽ കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട് 1499 ലിസ്ബണിൽ എത്തി. നാട്ടിലെത്തിയ വാസ്കോഡ ഗാമയ്ക്ക് വിരോചിതമായ സ്വീകരണമാണ് ലഭിച്ചത്. അങ്ങേയറ്റത്തെ വിജയമായിരുന്നു അദ്ദേഹത്തിന്റെ പര്യടനം. വാസ്കോഡ ഗാമ കൊണ്ടുവന്ന ചരക്കുകളുടെ വില മാത്രം ആ പര്യടനത്തിന് ചെലവായതിന്റെ 60 മടങ്ങ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ്: 1498 മെയ്യിലാണ് വാസ്കോഡ ഗാമ കോഴിക്കോട്ട് വന്നത്. കോഴിക്കോട്ട് വന്നപ്പോൾ സാമൂതിരി സ്വീകരിച്ചെങ്കിലും അദ്ദേഹവുമായിട്ടുള്ള ഒരു കച്ചവടത്തിനോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം അനുകൂല നിലപാട് എടുത്തില്ല. ചുങ്കം നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അതിന്റെ ഫലമായിട്ട് ഓഗസ്റ്റിൽ അദ്ദേഹം തിരിച്ചു പോകുന്ന യാത്രാമധ്യേ അദ്ദേഹം എവിടെ ഇറങ്ങുന്നു? കണ്ണൂർ ഇറങ്ങി. ആരുടെ ക്ഷണപ്രകാരം? കോലത്തിരിയുടെ ക്ഷണപ്രകാരം. അവിടെ വെച്ച് പോർച്ചുഗീസുകാരുടെ കപ്പലില് ചരക്ക് കയറ്റുന്നതിനെ പറ്റി കോലത്തിരിയുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നു. അങ്ങനെ 1498 നവംബറിൽ വാസ്കോഡ ഗാമ കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട് 99 എവിടെ എത്തുന്നു? ലിസ്ബണിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് നല്ല സ്വീകരണം കിട്ടി. കാരണം ഒന്നേ ഉള്ളൂ, അവിടെ നിന്നും വാസ്കോഡ ഗാമ കൊണ്ടുവന്ന ചരക്കുകളുടെ വില മാത്രം ആ പര്യടനത്തിന് 10 രൂപ ചെലവായെങ്കിൽ അതിന്റെ 60 മടങ്ങാണ് അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾക്കകത്ത് സംശയമില്ലല്ലോ. ദെൻ കബ്രാൾ ആണ് അടുത്തത്. കബ്രാളിനെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. നമ്മൾ പലവട്ടം പറഞ്ഞതാണ് കബ്രാളിന്റെ കാര്യം. പോർച്ചുഗീസ് രാജാവ് അടുത്ത പര്യടന സംഘത്തെ പെട്രോ അൽവാരിസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് അയച്ചു. അപ്പൊ ആദ്യം വാസ്കോഡ ഗാമ വന്നു. സെക്കൻഡ് ആളാണ് പെട്രോ അൽവാരിസ് കബ്രാൾ. 33 കപ്പലുകളും 1500 ആൾക്കാരുമായിരുന്നു ആ സംഘത്തിൽ. ആപൽക്കരമായ ഒരു യാത്രയ്ക്ക് ശേഷം കബ്രാൾ ഇന്ത്യയിൽ വന്നപ്പോൾ 6 കപ്പൽ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. 33 കപ്പലും 1500 ആൾക്കാരും ഉണ്ടായിരുന്നു. കടലിലൂടെ വരുന്ന സമയത്ത് പിന്നെ അവശേഷിച്ച ആൾക്കാർ ആരൊക്കെയാണ്? 6 കപ്പൽ മാത്രം, അതിന്റെ ആൾക്കാരും. കബ്രാൾ നയഹീനനും സ്വാധികാര പ്രമാണിയുമായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണം പരാജയമായിരുന്നില്ല. കബ്രാളിന്റെ പ്രതിനിധിയായ ഐറസ് കൊറിയ സാമൂതിരിയുമായി ഒരു ധാരണയിലെത്തുകയും തൽഫലമായി കോഴിക്കോട്ട് ഒരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുവാദം പോർച്ചുഗീസുകാർക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പൊ അതൊന്ന് നോക്കി വയ്ക്കാം. കബ്രാൾ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രതിനിധിയായ ഐറസ് കൊറിയ സാമൂതിരിയുമായി ധാരണയിലെത്തുകയും അങ്ങനെ കോഴിക്കോട്ട് ഒരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അധികാരം ലഭിക്കുകയും ചെയ്തു. എന്നാൽ കോഴിക്കോട്ടുണ്ടായിരുന്ന അറബികളും പോർച്ചുഗീസുകാരും തമ്മിൽ നിലനിന്ന തീവ്ര മത്സരം പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിലുള്ള ബന്ധുത്വത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം സൃഷ്ടിച്ചു. എന്തുകൊണ്ടാണ് പിന്നെയും പ്രശ്നം ഉണ്ടായത്? അവിടെ കോഴിക്കോട്ട് ഓൾറെഡി ആരുണ്ടായിരുന്നു? അറബികൾ ഉണ്ടായിരുന്നു. അപ്പൊ അറബികളും പോർച്ചുഗീസുകാരും തമ്മിൽ നല്ല ബന്ധമല്ല. അതുകൊണ്ടിട്ട് പിന്നെയും എന്തുണ്ടാവുന്നു? ഒരു പ്രശ്നം കോഴിക്കോട്ട് ഉണ്ടാവുന്നു. കോഴിക്കോട്ട് തുറമുഖത്തുണ്ടായിരുന്ന ഒട്ടേറെ അറബി കപ്പലുകളെ പോർച്ചുഗീസുകാർ പിടിച്ചെടുക്കുകയും കപ്പൽ ജോലിക്കാരെ കൂട്ടത്തോടെ കൊല്ലുകയും ചെയ്തു. അപ്പൊ അടുത്ത പോയിന്റ് എന്താ? കോഴിക്കോട് തുറമുഖത്തുണ്ടായിരുന്ന അറബി കപ്പലുകളിൽ കുറെ എണ്ണം പോർച്ചുഗീസുകാർ അങ്ങ് പിടിച്ചെടുത്തു. എന്നിട്ട് അവിടുത്തെ കപ്പൽ ജോലിക്കാരെ കൊല്ലുകയൊക്കെ ചെയ്തു. അപ്പൊ പോർച്ചുഗീസുകാരുടെ കരുതിക്കൂട്ടിയുള്ള ഈ ഒരു നീച പ്രവൃത്തിയിൽ നാട്ടുകാര് അരിശം കൊള്ളുന്നു. കോപാകുലരായ ജനങ്ങൾ പോർച്ചുഗീസുകാരുടെ വ്യാപാരശാല നശിപ്പിക്കുകയും കരയ്ക്കുണ്ടായിരുന്ന പോർച്ചുഗീസുകാരുടെ പകുതിയിലധികം പേരെ വധിക്കുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ ആരുടെ കാലത്താ? കബ്രാളിന്റെ, അല്ലെ, പെട്രോ അൽവാരിസ് കബ്രാളിന്റെ കാലത്താണ്. സംഭ്രാന്തനായ കബ്രാൾ കോഴിക്കോട്ട് നിന്നും കൊച്ചിയിലേക്ക് കപ്പൽ കയറി.
1500 ഡിസംബറിലെ ക്രിസ്മസ് ദിനത്തിൽ കൊച്ചിയിലെത്തിയ പോർച്ചുഗീസ് കപ്പിത്താനെ കൊച്ചി രാജാവ് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അപ്പൊ ഇവിടെ ഓർക്കുക, 1500 ഡിസംബറിലാണ്, ഒരു ക്രിസ്മസ് ദിനത്തിലാണ്, 25, അതാണ് പോർച്ചുഗീസ് കപ്പിത്താനായ പെട്രോ അൽവാരിസ് കബ്രാൾ കൊച്ചിയിലെത്തുന്നു. കൊച്ചി രാജാവ് അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചു. കൊച്ചിയിൽ കച്ചവടം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം പോർച്ചുഗീസുകാർക്ക് ചെയ്തു കൊടുത്തു. അവർക്ക് കൊച്ചിയിൽ ഒരു വ്യാപാരശാല നിർമ്മിക്കാൻ അനുവാദം നൽകിക്കൊണ്ട് കൊച്ചി രാജാവ് ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. ആരുമായിട്ട്? പെട്രോ അൽവാരിസ് കബ്രാളുമായിട്ട്. കബ്രാൾ കൊച്ചിയിലായിരിക്കുമ്പോൾ കൊല്ലത്തും കണ്ണൂരും അനുകൂലമായ വ്യവസ്ഥകളിൽ ചരക്ക് കയറ്റാനുള്ള സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവിടുത്തെ രാജാക്കന്മാർ അദ്ദേഹത്തെ സൗഹൃദപൂർവ്വം ക്ഷണിച്ചു. അപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ, കൊച്ചിയിൽ ഇരിക്കുമ്പോൾ തന്നെ കൊല്ലത്തും കണ്ണൂരും അനുകൂല കാലാവസ്ഥ വന്നു. കബ്രാളിന്റെ കാര്യമാണ്. കബ്രാളിന് കൊല്ലത്തേക്ക് പോകുവാൻ തരമായില്ലെങ്കിലും മടക്ക യാത്രയിൽ കണ്ണൂർ ഒന്ന് ഇറങ്ങി. കപ്പലുകളിൽ കുറെ കൂടി ചരക്ക് കയറ്റാൻ കോലത്തിരി രാജാവ് അദ്ദേഹത്തെ സഹായിച്ചു. കൊച്ചിയിൽ നിന്നും കണ്ണൂരേക്കുള്ള യാത്രയിൽ കബ്രാളിന്റെ സംഘത്തെ സാമൂതിരിയുടെ സുശക്തമായ ഒരു നാവിക പട തടഞ്ഞു. കബ്രാൾ ഗുരുതരമായ നഷ്ടമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. പൊതുവെ നോക്കിയാൽ കബ്രാളിന്റെ കേരള പര്യടനം എന്ന് പറയുന്നത് പോർച്ചുഗീസുകാർക്ക് വിജയമായിരുന്നു. ആ പര്യടനത്തിന്റെ ഫലമായി അവർക്ക് കൊച്ചി രാജാവിന്റെ ബന്ധുത്വവും കേരളക്കരയിലെ തങ്ങളുടെ വാണിജ്യപരവും രാഷ്ട്രീയവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായകമാം വിധം ഒരു നല്ല തുറമുഖം പ്രയോജനപ്പെടുത്താനുള്ള സൗകര്യവും ലഭിച്ചു. കബ്രാൾ നാട്ടിൽ തിരിച്ചെത്തുന്നതിന് മുൻപ് തന്നെ ജാവോ ഡോനോവയിലെ നേതൃത്വത്തിൽ മൂന്നാമതൊരു പര്യടന സംഘം ഇന്ത്യയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത് അധികമായിട്ട് കേട്ടിട്ടില്ലാത്തൊരു പേരായിരിക്കും, ജാവോ ഡാനോവ എന്ന് പറയുന്നത്. അപ്പൊ കബ്രാള് തിരിച്ചെത്തുന്നതിന് മുൻപ് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട മൂന്നാമത്തെ പര്യടന സംഘമാണ് ഈ ജാവോ ഡാനോവയുടെ നേതൃത്വത്തിൽ വന്നത്. നോവായ്ക്ക് സാമൂതിരിയുടെ ശത്രുഭാവത്തെ കുറിച്ച് നേരത്തെ അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം കോഴിക്കോട്ട് ഇറങ്ങിയില്ല. എവിടെ പോയി? കൊച്ചിയിലും കണ്ണൂരും മാത്രമേ കപ്പലടുപ്പിച്ചുള്ളൂ. ചരക്ക് കയറ്റുന്നതിൽ അവിടങ്ങളിലെ രാജാക്കന്മാർ എല്ലാ സഹായവും ചെയ്തു കൊടുത്തു. അപ്പൊ ഈ നോവായുടെ കാര്യം, ആദ്യം വാസ്കോ ഡ ഗാമ വന്നു, സെക്കൻഡ് പെട്രോ അൽവാരിസ് കബ്രാൾ. കബ്രാൾ നാട്ടിലെത്തുന്നതിന് മുമ്പേ മൂന്നാമത് വന്ന പര്യടന സംഘമാണ് ജാവോ ഡ നോവ അവരുടെ നേതൃത്വത്തിൽ വന്നത്. അദ്ദേഹം എവിടെ ഇറങ്ങിയില്ല? കോഴിക്കോട്ട് ഇറങ്ങിയില്ല. എവിടെ ഇറങ്ങിയത്? കൊച്ചിയിലും കണ്ണൂരും മാത്രം കപ്പലിറക്കി. അപ്പൊ മൂന്നാൾക്കാരുടെ കാര്യം നമ്മൾ പറഞ്ഞു. ദെൻ വാസ്കോ ഡ ഗാമയുടെ രണ്ടാമത്തെ വരവാണ്. അപ്പൊ സാമൂതിരിക്ക് പോർച്ചുഗീസുകാരോടുണ്ടായ വിരോധത്തെക്കുറിച്ചും കോഴിക്കോടിന്റെ കപ്പൽ പടയെ എതിരിടുന്നതിൽ കബ്രാളിനുണ്ടായ പരാജയത്തെക്കുറിച്ചും വിവരം ലഭിക്കിയാൽ ശുദ്ധനായ ഡോം മാനുവൽ പോർച്ചുഗീസ് രാജാവ് 15 കപ്പലുകളും 800 ആളുകളുമുള്ള മറ്റൊരു സംഘത്തെ വാസ്കോ ഡ ഗാമയുടെ തന്നെ നേതൃത്വത്തിൽ 1502 ഫെബ്രുവരിയിൽ ഇന്ത്യയിലേക്ക് അയച്ചു. അപ്പം 1502 ഫെബ്രുവരിയിലാണ് രണ്ടാമത് വാസ്കോ ഡ ഗാമയുടെ നേതൃത്വത്തിൽ വരുന്നത്. ആര്? പോർച്ചുഗീസുകാര്. ആരയക്കുന്നത്? ഡോം മാനുവൽ തന്നെയാണ്. കാരണം കോഴിക്കോട്ട് നമ്മുടെ കബ്രാളിന്റെ നേതൃത്വത്തിലുള്ള കപ്പൽപ്പടയെ എതിരിടുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ സാമൂതിരിയോട് തോൽപ്പിച്ചിട്ടാണ് 1502 ഫെബ്രുവരിയിൽ ഗാമയുടെ നേതൃത്വത്തിൽ അടുത്ത സംഘത്തെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. 502 വാസ്കോ ഡ ഗാമയുടെ കപ്പലുകൾ ഇപ്രാവശ്യം 5 ദ്വീപിലാണ് അടുത്തത്. ആദ്യം കോഴിക്കോട്, കാപ്പാട്, ദെൻ 5 ദ്വീപില് 1502 ഫെബ്രുവരിയിൽ. എന്നിട്ട് ഇന്ത്യൻ സമുദ്രത്തിൽ അവരുടെ കണ്ണിൽപ്പെട്ട എല്ലാ അറബി കപ്പലുകളെയും പിടിച്ചെടുക്കാൻ തുടങ്ങി. വാസ്കോ ഡ ഗാമ കണ്ണൂർ സന്ദർശിച്ചപ്പോൾ കോലത്തിരി അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിച്ചു. കൊച്ചിയിലെ വിലയ്ക്ക് കുരുമുളകും മറ്റു ചരക്കുകളും കണ്ണൂർ തുറമുഖത്ത് പോർച്ചുഗീസുകാർക്ക് വിറ്റുകൊള്ളാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി. അനന്തരം വാസ്കോ ഡ ഗാമ കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചു. അപ്പൊ ആദ്യം എവിടെ? കൊച്ചിയിലൊക്കെ പോയി, കണ്ണൂരൊക്കെ സന്ദർശിച്ചു, എല്ലാം ശരിയായെന്ന് ഉറപ്പുവരുത്തിയിട്ട് പിന്നെ എങ്ങോട്ട് പോയി? കോഴിക്കോട്ടേക്ക് പോയി. അദ്ദേഹം സാമൂതിരിയെ സന്ദർശിച്ച് കോഴിക്കോട്ട് നഗരത്തിൽ നിന്നും എല്ലാ മുസ്ലിങ്ങളെയും പറഞ്ഞയക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവിടെയും പ്രശ്നം അറബികളുമായിട്ടുള്ള കൂട്ടുകെട്ടായിരുന്നു. സ്വാഭാവികമായും സാമൂതിരി അത് നിരസിച്ചു. തുടർന്ന് പോർച്ചുഗീസുകാർ കോഴിക്കോട്ട് നഗരം ആക്രമിക്കുകയുണ്ടായി. തുറമുഖത്ത് കിടന്നിരുന്ന അരിക്കപ്പലുകൾ അവർ പിരിച്ചെടുക്കുകയും കപ്പൽ ജോലിക്കാരുടെ കൈയും കാതും മൂക്കും ഛേദിച്ച് അവരോട് മൃഗീയമായി പെരുമാറുകയും ചെയ്തു. അതിനുശേഷം വാസ്കോ ഡ ഗാമ കൊച്ചിയിലേക്ക് തിരിച്ചു പോന്നു. അദ്ദേഹം ഒരു പൊന്നിൻ കിരീടം ഉൾപ്പെടെ വളരെ വിലപ്പെട്ട പാരിതോഷികങ്ങൾ നൽകി കൊച്ചി രാജാവിനെ പ്രീണിപ്പിക്കുകയും രാജാവിന് അവമാനകരമായ ഒരു ഉടമ്പടിയിൽ അദ്ദേഹത്തെ കൊണ്ട് ഒപ്പുവെപ്പിക്കുകയും ചെയ്തു. കൊച്ചിയിലുണ്ടായ കുരുമുളകും ഏലവും മറ്റു ചരക്കുകളും പോർച്ചുഗീസ് കപ്പിത്താനും കൊച്ചി രാജാവും നിശ്ചയിക്കുന്ന വിലയ്ക്ക് പൊതുജനങ്ങൾ പോർച്ചുഗീസുകാർക്ക് കൊടുത്തുള്ളാമെന്നായിരുന്നു ഉടമ്പടിയിലെ വ്യവസ്ഥ. അപ്പം അത് ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ വരവില് ആദ്യം നമ്മൾ പറഞ്ഞു കണ്ണൂർ ഇറങ്ങി കൊച്ചിയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. അതിനുശേഷം കോഴിക്കോട്ട് പോയി അറബികളുമായിട്ട് ഇനി ഒരു കൂട്ടുകെട്ടും പറ്റില്ല എന്ന് സാമൂതിരിയോട് പറഞ്ഞു. സാമൂതിരി അത് നിരസിച്ചു. കോഴിക്കോട്ട് ഒരു യുദ്ധം നടത്തി. അവിടെ നിന്ന് ആൾക്കാരോട് അല്ലെങ്കിൽ അറബി കപ്പലുകളിലുള്ള ആൾക്കാരെ ഭയങ്കര മൃഗീയമായിട്ട്
പീഡിപ്പിച്ചതിന് ശേഷം പിന്നീട് കൊച്ചിയിലേക്ക് തിരിച്ചു വന്നിട്ട് അവിടെ വിലപ്പെട്ട പല സമ്മാനങ്ങളും കൊച്ചി രാജാവിന് കൊടുത്തിട്ട് ഒരു ഉടമ്പടിയിൽ ഒപ്പുവെപ്പിച്ചു. ആ ഉടമ്പടിയിൽ എന്താ ഉണ്ടായിരുന്നത്? കൊച്ചിയിൽ ഉണ്ടാകുന്ന കുരുമുളകും ഏലവും മറ്റു ചരക്കുകളും പോർച്ചുഗീസ് കപ്പിത്താനും കൊച്ചി രാജാവും നിശ്ചയിക്കുന്ന വിലയ്ക്ക് പൊതുജനങ്ങൾ പോർച്ചുഗീസുകാർക്ക് കൊടുത്തുകൊള്ളാം. ഇതായിരുന്നു ഉടമ്പടിയിലെ വ്യവസ്ഥ. കൊച്ചിയിൽ പോർച്ചുഗീസുകാർ ഇഷ്ടമുള്ളിടത്തെല്ലാം വ്യാപാരശാലകളും സൈന്യ സങ്കേതങ്ങളും സ്ഥാപിക്കാനുള്ള നിരുപാധികമായ അവകാശവും ഈ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നു. വാസ്കോഡ ഗാമ കൊച്ചിയിൽ താമസിക്കുന്ന കാലത്ത് കൊല്ലത്ത് നിന്നും വീണ്ടും ക്ഷണമുണ്ടാവുന്നു. കൊച്ചി രാജാവിന്റെ അംഗീകാരത്തോടെ വാസ്കോഡ ഗാമ കൊല്ലത്തെ ആ ക്ഷണം സ്വീകരിച്ചു. 2 പോർച്ചുഗീസ് കപ്പലുകൾ കൊല്ലത്തെത്തി കുരുമുളകും നിറച്ച് കൊച്ചിയിലേക്ക് പിന്നെയും പോന്നു. ഇതിനിടയ്ക്ക് കൊച്ചിയും കോഴിക്കോടും തമ്മിൽ ഒരു വലിയ സായുധ സംഘടനത്തിനുള്ള കളമൊരുങ്ങിക്കഴിഞ്ഞു. വാസ്കോഡ ഗാമ താൻ ശേഖരിച്ച ഭീമമായ ചരക്കുമായി തിടുക്കത്തിൽ കൊച്ചി വിട്ടു. സാമൂതിരിക്കെതിരെ സഹായത്തിനു വേണ്ടിയുള്ള കൊച്ചി രാജാവിന്റെ അഭ്യർത്ഥനകൾ അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റിയില്ല. എന്താ? സാമൂതിരിക്കെതിരെ സഹായത്തിനു വേണ്ടിയുള്ള കൊച്ചി രാജാവിന്റെ അഭ്യർത്ഥന. കൊച്ചി രാജാവും സാമൂതിരിയും തമ്മിലാണ് പ്രശ്നം. അതുപോലെ കോലത്തിരി രാജാവും സാമൂതിരിയും തമ്മിലും പ്രശ്നമുണ്ട്. അങ്ങനെ മടക്കയാത്രയിൽ വാസ്കോഡ ഗാമയ്ക്ക് സാമൂതിരിയുടെ നാവിക സൈന്യത്തെ നേരിടേണ്ടി വന്നു. പക്ഷേ പറയത്തക്ക നാശമൊന്നും സംഭവിക്കാതെ അദ്ദേഹം കപ്പലോടിച്ചു പോയി. അപ്പൊ ഇവിടെ പറഞ്ഞിരുന്നത് വാസ്കോഡ ഗാമയുടെ 2ാമത്തെ വരവും കൊച്ചി രാജാവുമായിട്ടുള്ള ഉടമ്പടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ആ പ്രാവശ്യം തന്നെ അദ്ദേഹം കൊല്ലത്തെത്തിയിരുന്നു. അതും കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. എന്നാൽ കോഴിക്കോടും കൊച്ചിയും തമ്മിലുണ്ടായ യുദ്ധമാണ് അടുത്തത്. ഈ കാലഘട്ടത്തില് സാമൂതിരി കേരളത്തിലെ പോർച്ചുഗീസ് വികസന ശക്തിക്കെതിരായുള്ള സമരത്തിന്റെ നേതാവായി തീർന്നു. തന്റെ സാമന്തനായ കൊച്ചി രാജാവിനും പോർച്ചുഗീസുകാർക്കും തമ്മിൽ വളർന്നു വന്ന സൗഹൃദ ബന്ധം അദ്ദേഹത്തെ ടെൻഷൻ അടിപ്പിച്ചു. ഒരു വിദേശ ശക്തിയുമായുള്ള സുഹൃത്ത് ബന്ധത്തിനാണോ കോഴിക്കോടുമായുള്ള മൈത്രിക്കാണോ കൊച്ചി രാജാവ് മുൻഗണന നൽകുന്നതെന്ന് അസന്ദിഗ്ധമായി അറിയിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സാമൂതിരി കൊച്ചി രാജാവിന് ഒരു സന്ദേശം അയച്ചു. കൊച്ചിയിൽ നിന്നും എല്ലാ പോർച്ചുഗീസുകാരെയും പറഞ്ഞയക്കണമെന്നും അതിൽ ആവശ്യപ്പെട്ടിരുന്നു. പോർച്ചുഗീസുകാരുടെ സംരക്ഷണത്തിൽ സ്വന്തം രാജ്യത്തിന്റെ സമുജ്വല ഭാവി സ്വപ്നം കണ്ടിരുന്ന കൊച്ചി രാജാവ് ഈ സാമൂതിരിയുടെ നിർദ്ദേശം തള്ളിക്കളഞ്ഞു. 1503 മാർച്ച് 1-ാം തീയതി കോഴിക്കോട് സൈന്യം കൊച്ചിയിലേക്ക് നീങ്ങി. ലോറൻസോ മൊറീനയുടെ കീഴിൽ പോർച്ചുഗീസുകാർ സഹായിച്ച കൊച്ചി സൈന്യങ്ങൾ അവരുടെ ഇടപ്പള്ളിക്കോട്ട വീരോചിതമായി പ്രതിരോധിച്ചു. കരവഴിക്കും കടൽ വഴിക്കും ദ്വിമുഖാക്രമണം നടത്തിയ സാമൂതിരി സൈന്യത്തിന്റെ ഭാരിച്ച സമ്മർദ്ദത്താൽ കൊച്ചി സൈന്യം പിന്മാറാൻ നിർബന്ധിതരായി. ആളിലും അർത്ഥത്തിലും അവരുടെ നഷ്ടം വമ്പിച്ചതായിരുന്നു. ആരുടെ? കൊച്ചിയുടെ. കൊച്ചിയിലെ 3 രാജാക്കന്മാർ ആ യുദ്ധത്തിൽ മരിച്ചു. കൊച്ചി രാജാവ് എളങ്ങുന്നുപുഴ ക്ഷേത്രത്തിലെ സങ്കേതത്തിലെ അഭയം തേടി. മഴക്കാലമായപ്പോൾ ഓണം കഴിഞ്ഞ് ആക്രമണം പുനരാരംഭിക്കാമെന്ന നിശ്ചയത്തോടെ സാമൂതിരി കോഴിക്കോട്ടേക്ക് മടങ്ങി. അപ്പം ഈ ഒരു 1503 കൊച്ചിയും കോഴിക്കോടും തമ്മിലുള്ള യുദ്ധത്തിൽ ആരാണ് ജയിച്ചത്? കോഴിക്കോടാണ് ജയിച്ചത്. അതായത് സാമൂതിരിയാണ് ജയിച്ചത്. ആ സമയത്ത് ഇവരെ സഹായിച്ചത് ആരായിരുന്നു? ലോറൻസോ മെറീനോയുടെ കീഴിലാണ് പോർച്ചുഗീസുകാര് കൊച്ചിയെ സഹായിച്ചത്. അതുകൂടെ ഓർത്തു വെച്ചേക്കണം. 1503 സെപ്റ്റംബറിൽ ഫ്രാൻസിസ്കോ അൽബുക്കർക്കിന്റെ കീഴിൽ ഒരു പോർച്ചുഗീസ് നാവിക വിഭാഗം കൊച്ചിയിലെത്തി. അപ്പം അടുത്ത 4ാമത്തെ ആളാണ്. വാസ്കോഡ ഗാമ വന്നു, പെട്രോ അൽവാരിസ് കബ്രാൾ വന്നു, നോവ വന്നു. അതിന് ശേഷമാണ് ഫ്രാൻസിസ്കോ അൽബുക്കർക്ക് വരുന്നത് 1503 സെപ്റ്റംബറിൽ. ഒരു പോർച്ചുഗീസ് നാവിക വിഭാഗം കൊച്ചിയിലെത്തി. അത് ഡ്വാർട്ടെ പച്ചിക്കോവിന്റെ കപ്പലുമായി വൈപ്പിൻ കരയിൽ വെച്ച് സന്ധിച്ചു. അവിടെ വളയപ്പെട്ടിരുന്ന കൊച്ചി സൈന്യം ഈ പോഷക സേനയെ സ്വാഗതം ചെയ്തു. കൊച്ചിയിൽ താവളമടിച്ചിരുന്ന കോഴിക്കോട്ട് സൈന്യം അമ്പരന്ന് പിൻവാങ്ങി. അപ്പം ഈ നമ്മുടെ അൽബുക്കർക്ക് വരുന്ന സമയത്തും കൊച്ചി രാജാവ് സ്വീകരിച്ചു കേട്ടോ. വിജയപൂർവ്വം കൊച്ചി രാജാവിനെ കൊച്ചിയിൽ കൊണ്ടുവന്ന് സിംഹാസനത്തിൽ പുനഃപ്രതിഷ്ഠിച്ചു. അപ്പൊ പാത്തിരിക്കുകയായിരുന്നല്ലോ അവിടെ. കൊച്ചി രാജാവ് പേടിച്ചവിടിരിക്കുകയായിരുന്നു. അവിടുന്ന് ഓണം കഴിഞ്ഞിട്ട് പിന്നെ യുദ്ധം തുടങ്ങാന്നുള്ള രീതി. അപ്പോഴാണ് ഈ അൽബുക്കർക്ക് വരുന്നത്. അങ്ങനെ കൊച്ചി രാജാവ് രക്ഷപ്പെട്ടു. പോർച്ചുഗീസ് പട്ടാളം വിജയലഹരിയിൽ ഇടപ്പള്ളി രാജാവിന്റെ ദേശങ്ങൾ കൊള്ളയടിക്കുകയും ഒട്ടേറെ ഗ്രാമങ്ങൾ കൊള്ളിവെക്കുകയും നിരായുധരായ സാമാന്യ ജനങ്ങളെ കണ്ടമാനം കൊന്നൊടുക്കുകയും ചെയ്തു. കൃതജ്ഞാബദ്ധരായ കൊച്ചി രാജാവ് പോർച്ചുഗീസുകാർക്ക് അവരുടെ വ്യാപാരശാലയുടെ സംരക്ഷണത്തിന് കൊച്ചിയിൽ ഒരു കോട്ട കെട്ടാൻ അനുവാദം നൽകുന്നു. 1503 സെപ്റ്റംബർ 27-ാം തീയതി അടിസ്ഥാന കല്ലിട്ട ഈ കോട്ടയാണ് ഇന്ത്യയിലെ യൂറോപ്യൻ നിർമ്മിച്ച 1-ാമത്തെ കോട്ട. പോർച്ചുഗീസ് രാജാവിന്റെ ബഹുമതിക്ക് വേണ്ടി മാനുവൽ കോട്ട അല്ലെങ്കിൽ ഫോർട്ട് മാനുവൽ എന്ന് ഇതിന്റെ പേരിട്ടു. അപ്പം അൽബുക്കർക്ക് വന്നതിന് ശേഷമാണ് കേട്ടോ 1503 സെപ്റ്റംബർ 27-ാം തീയതിയാണ് അടിസ്ഥാന കല്ലിട്ടത്. ഈ കോട്ടയുടെ പേരെന്താ? പോർച്ചുഗീസ് രാജാവിന്റെ ബഹുമതിക്ക് വേണ്ടിയിട്ടാണ് മാനുവൽ കോട്ട അല്ലെങ്കിൽ ഫോർട്ട് മാനുവൽ എന്നുള്ള ഒരു പേരില് കോട്ട നിർമ്മിക്കുന്നു. പോർച്ചുഗീസുകാരുടെ നിർദ്ദേശപ്രകാരം കൊച്ചി രാജാവ് 5 കൈമൾമാരുമായി ഒരു കരാറുണ്ടാക്കി. ഈ കരാറിൻ പ്രകാരം കൈമൾമാർ സാമൂതിരിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് കൊച്ചിയുടെ അധീശത്വം അംഗീകരിച്ചു. സാമൂതിരി കൊച്ചി രാജാവിനോടും അദ്ദേഹത്തിന്റെ പോർച്ചുഗീസ് ബന്ധുക്കളോടും യുദ്ധം ചെയ്യാൻ തിരക്കിട്ട സജ്ജീകരണങ്ങൾ നടത്തുകയായിരുന്നു.
പച്ചിക്കോ 150 പോർച്ചുഗീസ് ഭടന്മാരും 300 നാടൻ പടയാളികളുമൊത്ത് കൊച്ചിയുടെ പ്രതിരോധത്തിന് സന്നദ്ധനായി. സാമൂതിരി മുസ്ലിം വ്യാപാരികളുടെ സഹായത്തോടെ കൊച്ചിയിലെ അരിയുടെ ഇറക്കുമതി നിശേഷം തടഞ്ഞ് അവരെ പട്ടിണിക്കിട്ട് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. അത് ഫലിച്ചില്ല. ആകയാൽ അദ്ദേഹം 1504 വൻതോതിലുള്ള പടനീക്കത്തിന് തയ്യാറായി. 4000 നാവികന്മാരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 250 കപ്പലുകളും ഏഴാൾപ്പാടിന്റെയും ഇടപ്പള്ളി രാജാവിന്റെയും കീഴിൽ 60,000 പേരടങ്ങുന്ന കാലാൾപ്പടയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഓർത്തിരുന്നില്ലെങ്കിൽ പോലും ഈ ഒരു 1504 എന്തുണ്ടായിരുന്നു എന്ന് ഓർത്തേക്കാം. സാമൂതിരിയും കൊച്ചി രാജാവും പോർച്ചുഗീസുകാരും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നു എന്ന് ഓർത്തു വെച്ചേക്കാം. കുമ്പളത്തു നിന്നും പള്ളുരുത്തിയിലേക്കും കടത്തു കടന്ന് കൊച്ചിയെ ആക്രമിക്കാനുള്ള സാമൂതിരിയുടെ ശ്രമം പച്ചിക്കോവിന്റെ സന്ദർഭോചിതമായ പ്രവർത്തനം കൊണ്ട് സഫലമായില്ല. പച്ചിക്കോവർക്ക് 1504 സാമൂതിരിയുമായിട്ടുള്ള യുദ്ധത്തിലെ നയിച്ചിരുന്ന ആളാണ് പച്ചിക്കോവ്. കോഴിക്കോട് സൈന്യത്തിൽ പടവെട്ടി 19,000 പേരും വിഷൂചിക പിടിപെട്ട് 13,000 പേരും മരിച്ചു. 5 മാസം നീണ്ടുനിന്ന ദീർഘമായ ഒരാക്രമണത്തിന് ശേഷം പിൻവാങ്ങാൻ സാമൂതിരി നിർബന്ധനാവുന്നു. അങ്ങനെ കൊച്ചിയിൽ അനുഭവപ്പെട്ട നാശം അദ്ദേഹത്തിന് കൊടുങ്ങല്ലൂരും ഉണ്ടാവുന്നു. 1504 പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ കയ്യിൽ നിന്നും കൊടുങ്ങല്ലൂർ നഗരം പിടിച്ചെടുത്തു. അപ്പൊ ഏകദേശം 1504 ആയപ്പോഴത്തേക്കും സാമൂതിരിയെ പോർച്ചുഗീസുകാർ തോൽപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കൊടുങ്ങല്ലൂർ നഗരം 1504 കൊടുങ്ങല്ലൂർ നഗരം പിടിച്ചെടുത്തു. ആര്? പോർച്ചുഗീസുകാര്. കൊടുങ്ങല്ലൂർ രാജാവ് കോഴിക്കോടുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് പോർച്ചുഗീസുകാരുടെ സംരക്ഷണം സ്വീകരിക്കുന്നു. പോർച്ചുഗീസുകാർ കൊടുങ്ങല്ലൂർ പിടിച്ചതോടെ അവർ കേരളത്തിലെ ഒന്നാമത്തെ യുദ്ധ പരമ്പരയിൽ വിജയം നേടുകയാണ് ചെയ്തത്. അവരുടെ വാണിജ്യ താല്പര്യങ്ങൾ ഇപ്പോൾ കൊച്ചിയിലും കൊടുങ്ങല്ലൂരും ദൃഢമായി ഉറപ്പിക്കപ്പെട്ടു. ഇതെല്ലാം 1504 അൽബുക്കർക്കിന്റെ കാലത്താണെന്ന് ഓർത്തു വെച്ചേക്കാം. ഇവിടെ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ കുറെ പോയിന്റ്സ് പറയുന്നുണ്ട്. ഇതിനകത്ത് എല്ലാം തന്നെ PSC ചോദിക്കുന്ന ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അവർ ഓരോ ലൈനിൽ നിന്നും കാര്യങ്ങൾ ചോദിക്കും കേട്ടോ. അപ്പൊ ഇവിടെ ഓരോ പോയിന്റിലും ഇപ്പൊ 1504 ഇവർ തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നു. 1503 ആരാണ് വന്നത്, കോട്ട കെട്ടിയ സമയത്ത്, ഇതെല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത നെക്സ്റ്റ് ആളാണ് അൽമേഡ. എല്ലാവർക്കും അറിയാം അൽമേഡയെ പറ്റിയിട്ട്. അപ്പൊ ഫ്രാൻസിസ് ഡെ അൽമേഡ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഘട്ടത്തില് പൗരസ്ത്യ ദേശങ്ങളിലെ പോർച്ചുഗീസ് താല്പര്യങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടി പരിപൂർണ അധികാരമുള്ള ഒരു രാജപ്രതിനിധിയെ നിയമിക്കാൻ പോർച്ചുഗീസ് രാജാവ് തീരുമാനിച്ചു. അപ്പൊ ആദ്യമായിട്ടൊരു രാജപ്രതിനിധിയെ തീരുമാനിക്കുകയാണ്. ആര്? പോർച്ചുഗീസ് രാജാവ്. കിഴക്കൻ ദേശങ്ങളിലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജപ്രതിനിധിയായി 1505 ഫ്രാൻസിസ്കോ അൽമേഡ നിയമിതനാവുന്നു. 1505 രാജപ്രതിനിധിയായിട്ടാണ് അൽമേഡ വരുന്നത്. അഞ്ചുദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി. ഓർത്തു വെച്ചേക്കാം. അഞ്ചുദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ട ബലപ്പെടുത്തുകയും പുതിയ കോട്ട നിർമ്മിക്കുകയുമായിരുന്നു അൽമേഡയുടെ പ്രധാനപ്പെട്ട പരിപാടി. കണ്ണൂർ കോട്ടയ്ക്ക് സെന്റ് ആഞ്ചലോ കോട്ട സെന്റ് ആഞ്ചലോ കോട്ട എന്ന് പേരിട്ടത് ഇദ്ദേഹമാണ്. കേരളത്തിലെ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളുടെ പ്രബലീകരണം സാമൂതിരിയെ അസ്വസ്ഥനാക്കി. അദ്ദേഹം തുർക്കികളുടെയും അറബികളുടെയും നേതൃത്വത്തിൽ 200 കപ്പലടങ്ങുന്ന ഒരു നാവിക സൈന്യത്തെ പോർച്ചുഗീസുകാർക്കെതിരായി യുദ്ധത്തിനയക്കുന്നു. അൽമേഡയുടെ മകൻ ലോറൻസോ 1506 മാർച്ച് 10 കണ്ണൂരിനടുത്ത് വെച്ച് സാമൂതിരിയുടെ ഈ നാവിക സൈന്യമായി ഏറ്റുമുട്ടുകയും അവർക്ക് വമ്പിച്ച നാശമുണ്ടാക്കുകയും ചെയ്തു. മകന്റെ പേരെന്താ? ലോറൻസോ കേട്ടോ. അപ്പൊ ഈ സന്ദർഭത്തിൽ കേരളത്തിലെ പോർച്ചുഗീസ് നയത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെ കുറിച്ച് സാമൂതിരി കോലത്തിരിയെ പറഞ്ഞ് ബോധ്യമാക്കി. കണ്ണൂരെ മുസ്ലിം വ്യാപാരികളോട് മര്യാദയോടെ പെരുമാറണമെന്ന നിർദ്ദേശം പോർച്ചുഗീസുകാർ പലപ്പോഴും ലംഘിക്കുകയുണ്ടായിരുന്നത് കൊണ്ട് നേരത്തെ തന്നെ അവരോട് അതൃപ്തി ഉണ്ടായിരുന്ന കോലത്തിരി സാമൂതിരിയുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കുകയും പോർച്ചുഗീസുകാർക്കെതിരായി ഒരു സംയുക്ത സമരത്തിന്, അതായത് കോഴിക്കോടും കോലത്തിരിയും ചേർന്നിട്ട് ഒരു സംയുക്ത സമരത്തിന് സന്നദ്ധനാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സൈന്യങ്ങൾ സെന്റ് ആഞ്ചലോ കോട്ട വളഞ്ഞു. ആ ഉപരോധം 4 മാസം നീണ്ടുനിന്നു. പോർച്ചുഗീസ് പട്ടാളത്തിന് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. 11 കപ്പല് 300 നാവികന്മാരുമായുള്ള പോർച്ചുഗീസ് സൈന്യം ഡാ കൻഹായുടെ നേതൃത്വത്തിൽ യൂറോപ്പിൽ നിന്നും വന്നതോടെ കോട്ടയുടെ ഉപരോധം തകർക്കപ്പെട്ടു. അപ്പം ഡാ കുൻഹ വരുന്നത് എന്നാണ്? നമ്മുടെ ഈ ഒരു സംയുക്ത സൈന്യം ഉണ്ടല്ലോ, അതായത് സാമൂതിരിയും കോലത്തിരിയും തമ്മിലുള്ള സംയുക്ത സൈന്യം പോർച്ചുഗീസുകാർക്കെതിരെ ഉണ്ടാവുകയും അവർ സെന്റ് ആഞ്ചലോ കോട്ട വളയുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് ഡാ കുൻഹായുടെ നേതൃത്വത്തിൽ യൂറോപ്പിൽ നിന്നും ഒരു കൂട്ടം നാവികന്മാരുടെ കപ്പലും എല്ലാം ആയിട്ട് വരുന്നത്. അതോടുകൂടി ഈ കോട്ടയുടെ ഉപരോധം തകർക്കപ്പെട്ടു. കോലത്തിരി സമാധാനത്തിന് അപേക്ഷിക്കുകയും പോർച്ചുഗീസുകാർക്ക് അനുകൂലമായ വ്യവസ്ഥകൾ അംഗീകരിക്കുകയും ചെയ്തു. നിലനിൽപ്പില്ലാതെ കോലത്തിരി പിന്നെയും കാലുമാറി. അനന്തരം പോർച്ചുഗീസുകാരുടെ ശ്രദ്ധ സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ നേർക്ക് തിരിഞ്ഞു.
അവർ നടുക്കടലിൽ വെച്ചിട്ട് സാമുദ്രിയുടെ നാവിക സൈന്യത്തെ തകർത്തു. ഇതിനിടയിൽ കോഴിക്കോട്ടെ മുസ്ലിം കച്ചവടക്കാരുടെ അഭ്യർത്ഥനയനുസരിച്ച് 1508 മിർ ഹുസൈന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്നും ഒരു നാവികപ്പട അറബിക്കടലിലെത്തി. മിർ ഹുസൈന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്നും ഒരു നാവികപ്പട 1508 എവിടെ എത്തുന്നു? അറബിക്കടലിൽ എത്തുന്നു. ചൗളിനടുത്ത് വെച്ച് നടന്ന യുദ്ധത്തിൽ പോർച്ചുഗീസുകാരെ ഇവർ തോൽപ്പിച്ചു. മിർ ഹുസൈന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ വന്ന സൈന്യം. അവരുടെ സമുദ്ര മേധാവിത്വം തൽക്കാലം നഷ്ടമായി. ആരുടെ? പോർച്ചുഗീസുകാരുടെ. ഏതായാലും 1509 പോർച്ചുഗീസുകാരെ പിന്നെ പകരം വീട്ടുന്നു. അവർ ഈജിപ്തുകാരെയും സാമുദ്രിയുടെയും സംയുക്ത സൈന്യങ്ങളെ ആക്രമിച്ചതിന്റെ ഫലമായി ഈജിപ്തുകാർ രംഗത്ത് നിന്നും പിന്മാറി. അപ്പൊ 1508 മിർ ഹുസൈൻ, ഈജിപ്തിലെ മിർ ഹുസൈന് താൽക്കാലികമായി പോർച്ചുഗീസുകാരെ ഒന്ന് തോൽപ്പിച്ചു. 1509 ഈ സംയുക്ത സൈന്യം ആരുടെ? നമ്മുടെ എന്താണ് സാമുദ്രിയുടെയും മിർ ഹുസൈൻ ഈജിപ്തുകാരുടെയും സംയുക്ത സൈന്യത്തിനെതിരെ ആര് വരുന്നു? പോർച്ചുഗീസുകാർ യുദ്ധം ചെയ്യുകയും പിന്നെ ഈജിപ്തുകാർ ആ രംഗത്ത് നിന്ന് തന്നെ പോയി. അങ്ങനെ ഇന്ത്യൻ കടലിന്റെ ആധിപത്യം വീണ്ടും പോർച്ചുഗീസുകാർക്കായി. 1509 അൽമേഡ ഇന്ത്യ വിട്ടു. 1505 വന്നത്. 1505 ഗവർണറായിട്ട് വന്നു. 1509 ഇന്ത്യ വിട്ടു. തൽഫലത്ത് അടുത്ത ആളാണ് അൽഫോൺസോഡി അൽബുക്കർക്ക് അവരോധിതനാണ്. അൽഫോൺസോഡി അൽബുക്കർക്കാണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, അൽഫോൺസോഡി അൽബുക്കർക്ക്. അപ്പൊ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പം വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടിയിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഈ കഥകളൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. ഓരോ വർഷം എന്താണ് നടന്നത്, എന്തൊക്കെ സംഭവങ്ങളാണെന്ന്. അപ്പൊ ഇത് ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് മതിയെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതല്ല ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയണ്ട, ഞങ്ങൾക്ക് കാര്യം മാത്രം മതി എന്നുകൊണ്ടാണെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം. അപ്പൊ അതെല്ലാം പറഞ്ഞിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ഇപ്പൊ ക്ലാസ് നമ്പർ 1 എന്നാണ് ഇടാൻ പോകുന്നത്. നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോൾ 2, 3 അങ്ങനെ ആയിരിക്കും ഇട്ട് പ്ലേലിസ്റ്റിലാക്കി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.